പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, സ്വർഗീയ പിതാവ് നിന്നെ ഉപേക്ഷിക്കയില്ല. സങ്കീർത്തനം 41:1. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. സദൃശവാക്യത്തിൽ മറ്റൊരു വചനം ഇതേ ഭാഗം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 14:21 വാക്യം, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ഈ 41 സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ്. ഏത് സന്ദർഭത്തിൽ താൻ ഇത് എഴുതിയെന്ന് വ്യക്തമല്ല. എന്നാൽ താൻ രോഗാവസ്ഥയിലായിരുന്നപ്പോഴാണ് ഈ സങ്കീർത്തനം എഴുതി എന്നുള്ളത് വേദപണ്ഡിതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ഈ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്, എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. അതായത് പഴയ നിയമ ഭാഗത്തിൽ ഒരു വചനം കൂടെ ഞാൻ വായിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 30:13 വാക്യം. ആ വചനം ഇങ്ങനെയാണ്: ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരൻ, ഒരു അമേലെക്കിന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതായത് എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ശമൂവേലിന്റെ പുസ്തകത്ത് വായിക്കുമ്പോൾ ദാവീദ് ഒരു ഭൃത്യനോട് സംസാരിക്കുകയാണ്. ആ സന്ദർഭം എന്ന് പറയുന്നത്, അമേലേക്കനായ രാജാവിന്റെ കൂടെയുള്ള ഭൃത്യൻ, അമേലേക്കുമായി ആ ഭൃത്യന്മാരും യുദ്ധത്തിന് അവർ പുറപ്പെടുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ മിസ്രൈമ്യ ബാല്യക്കാരന് രോഗം പിടിച്ചു, അവന് ദീനം പിടിച്ചു. അവൻ രോഗിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുവരെയും തൻ്റെ യുദ്ധത്തിൽ സഹായിച്ച ഭൃത്യൻ, ബലത്തോടും കരുത്തോടും ശക്തിയോടും നിന്നതായ അമേലെക്കിന്റെ കൂടെയുള്ള ഭൃത്യൻ തൻ്റെ ജീവിതത്തിൽ യാത്രയുടെ നടുവിൽ പെട്ടെന്ന് താൻ ഒരു രോഗാവസ്ഥയുണ്ടായപ്പോൾ തൻ്റെ യജമാനൻ തന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി 3 ദിവസമായി. ആ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദാവീദും തൻ്റെ ഭൃത്യന്മാരും അതുവഴി വരുന്നത്. ആ സമയത്ത് വളരെ ക്ഷീണിച്ച് അവശനായി, രോഗിയായി, കാണുമ്പോൾ തന്നെ അറിയാം ഭക്ഷിച്ചിട്ടില്ല, പാനം ചെയ്തിട്ടില്ല, അങ്ങനെ കിടക്കുന്ന ഒരു ബാല്യക്കാരനെ ദാവീദും ഭൃത്യന്മാരും കാണുകയാണ്. ഇവരവിടെ ചെന്നിട്ട് ഈ ബാല്യക്കാരനോട് ചോദിക്കുന്നു, നീ എവിടത്തെക്കാരനാണ്, നീ എവിടെന്ന് വന്നു, എങ്ങനെയാണ് ഇവിടെ അകപ്പെടാൻ കാരണം? ആ ബാല്യക്കാരൻ പറയുന്ന മറുപടിയാണ് ഞാൻ വായിച്ചത്. ഞാൻ അമേലെക്കിന്റെ കൂടെയുള്ള ഒരു ഭൃത്യനാണ്, ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരനാണ്. എന്നാൽ യാത്രയുടെ നടുവിൽ 3 ദിവസത്തിന് മുൻപേ എനിക്ക് രോഗാവസ്ഥയുണ്ടായപ്പോൾ എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ 3 ദിവസമായി ഇവിടെ കിടക്കുകയാണ്. ഭക്ഷണമോ വെള്ളമോ എനിക്ക് ലഭിച്ചില്ല. ഞാൻ വളരെ രോഗാവസ്ഥയിൽ ബലഹീനപ്പെട്ട് ഇവിടെ കിടക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ദാവീദിനും കൂടെയുള്ളവർക്കും ഈ ബാല്യക്കാരനോട് മനസ്സലിവുണ്ടായി. അവർ ചെയ്ത നല്ലൊരു പ്രവൃത്തി എന്ന് വെച്ചാൽ 1 ശമൂവേൽ 30:12 വാക്യം. ഈ വാക്ക് ബാല്യക്കാരിൽ നിന്നും കേട്ട ഉടനെ അവർ അവന് ഒരു കഷ്ണം അത്തിയടയും ഒരു ഉണക്ക മുന്തിരി കുലയും അവന് കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു, അതായത് അവന് ജീവൻ വീണു. 3 രാവും 3 പകലും
അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വഴിയിൽ 3 ദിവസമായി തൻ്റെ യജമാനൻ തൻ്റെ ഭൃത്യനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് 3 ദിവസമായി. പക്ഷേ ദാവീദും തൻ്റെ കൂട്ടരും ഇത് കണ്ടപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് മനസ്സലിഞ്ഞ് അവനോട് കാര്യങ്ങൾ അന്വേഷിച്ചു, വിവരങ്ങൾ ചോദിച്ചു. അവരെ കരത്തിലുണ്ടായിരുന്ന ഭക്ഷണം വെള്ളവും ഈ മിസ്രൈമ ബാല്യക്കാരന് ദാവീദും ഭൃത്യന്മാരും കൊടുക്കുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആര് തന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. അതായത് അതുവരെയും ബലവും കരുത്തും ആരോഗ്യവും യുദ്ധത്തിന് മുൻനിരയിൽ നിന്നതായ മിസ്രൈമ ബാല്യക്കാരനെ ഈ യജമാനൻ അവന് രോഗം വന്നപ്പോൾ അവനൊരു സംരക്ഷണമോ ചികിത്സയോ അവന് ഭക്ഷണമോ കരുതി കൊടുക്കാതെ അവനെ കൊണ്ട് ഇനിയൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലായിട്ട് ഈ അമേലെക്ക് രാജാവ് തൻ്റെ ബാല്യക്കാരനെ ദീനം പിടിച്ചതുകൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. പക്ഷെ ആ സമയത്താണ് ദാവീദും തൻ്റെ ഭൃത്യന്മാരും അവിടെ കടന്നു വന്ന് അവന് ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് അവന് ബലവും ശക്തിയും മടക്കി കിട്ടുകയാണ്. ദൈവവചനത്തിൽ നമ്മൾ വായിച്ചല്ലോ, എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ, എളിയവനോട് കരുണ കാണിക്കുന്നവനാണ് ഭാഗ്യവാൻ. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ബലവും ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവും പദവിയും ഏതൊരു വിഷയം വന്നാലും എതിർക്കാനും നിനക്ക് ആരോഗ്യവും ബലവും കരുത്തും സാമ്പത്തികപരമാകട്ടെ ആൾക്കാരുമായിട്ടുള്ള ബന്ധമാകട്ടെ എല്ലാത്തിലും കരുത്തുറ്റ ബലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ അനേകർ നിനക്കുണ്ടായിരിക്കും. എന്നാൽ നീ ഒരു ബലഹീനയായി, നീ ഒരു ദാരിദ്ര്യപ്പെട്ടവനായി, നീ ഒരു ബാധ്യതക്കാരനായി, നീ ഒരു രോഗിയായി, നിനക്കതിനുള്ള യോഗ്യതയോ വിദ്യാഭ്യാസമോ പദവിയോ അങ്ങനെയുള്ള പ്രൗഢി പറയത്തക്കവണ്ണം കുടുംബ പശ്ചാത്തലമോ നിനക്കില്ല എങ്കിൽ നിന്നെ ചേർത്ത് പിടിക്കാനോ നിനക്കൊരാശ്വാസം തരുവാനോ നിന്റെ സങ്കടത്തിൽ പങ്കുചേരുവാനോ നീ രോഗിയായി കിടക്കുമ്പോൾ നിന്നെ വന്നു കാണുവാനോ നിന്നെ സഹായിക്കുവാനോ നീ പട്ടിണിയായി കിടക്കുമ്പോൾ നിന്റെ അടുക്കൽ വന്ന് നിനക്ക് സഹായം ചെയ്യുവാനോ നിനക്കു വേണ്ടി മധ്യസ്ഥ ചെയ്യുവാനോ നിനക്കു വേണ്ടി നിന്റെ കാര്യാദികൾക്ക് വേണ്ടി നീ കിടക്കുന്ന സ്ഥിതിയിൽ നിന്നും കൈപിടിച്ച് കയറ്റുവാനോ ഒരു മാനുഷ്യകരവും നിന്റെ അടുക്കൽ വരില്ല. കാരണം നിനക്കുള്ള ബലം നഷ്ടമായിരിക്കുന്നു, നിന്റെ ആരോഗ്യം നഷ്ടമായിരിക്കുന്നു. നിന്നെ ചേർത്ത് നിർത്തുന്നവർക്ക് നിന്നെ കൊണ്ട് പ്രയോജനമില്ല. കാരണം നീ അവർക്കൊരു ഭാരമായി തീരും എന്ന് മനസ്സിലാക്കി നിന്നെ ഉപേക്ഷിച്ചിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അനുഭവമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, എളിയവനോട് കരുണ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. എളിയവനായിരിക്കുന്നവർ, ആർക്കും വേണ്ടാത്തവരെ, ആരും കൈക്കൊള്ളാത്തവരെ, ദരിദ്രനായിരിക്കുന്നവരെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ, ഒരു കൈത്താങ്ങ് കൊടുക്കുവാൻ ആരുമില്ലാത്തവരെ, ആ എളിയ ജനത്തെ താങ്ങി നിന്നെ പരിപാലിച്ചു ബലത്തോടെ കരുത്തോടെ ചേർത്ത് നിർത്തി, മകനെ മകളെ നീ എനിക്കുള്ളതാണ്, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, നീ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം. ആ പിതാവ് നമ്മോട് കരുണയുള്ളവനാണ്, അവൻ മനസ്സലിയുള്ളപ്പനാണ്. ഇവിടെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ ആ രാജാവ്, അമേലെക്ക് രാജാവ് തൻ്റെ ഭൃത്യനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. കാരണം അവന് രോഗബാധയുണ്ടായി, ഇനി അവന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ആരുപേക്ഷിച്ചാലും, നിന്നെ ആരും കൈക്കൊണ്ടില്ലെങ്കിലും, നീ ബലഹീനയാണോ, രോഗിയാണോ, നിന്നെ സഹായിപ്പാൻ ആരും നിന്റെ കൂടാരത്തിൽ വരുന്നില്ലയോ, നിന്നെക്കുറിച്ചൊരു വിവരം വിളിച്ചു ചോദിക്കാൻ ആരുമില്ലയോ,
നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടവളായി എവിടെയെങ്കിലും നീ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന ആര് തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത സ്വർഗീയ പിതാവ് നിന്നെ ആദരിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് കരുണ തോന്നുന്നു. എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇവിടെ ദാവീദ് വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ ആദരിച്ചു, അവന് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരെയും സ്വർഗത്തിലെ പിതാവ് അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒറ്റ കാര്യം പരിശുദ്ധാത്മാ ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്, നിനക്ക് കഴിവും മിടുക്കും ആരോഗ്യവും സാമർഥ്യവും കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ളപ്പോൾ നീ ദൈവത്തോടുകൂടെ ചേർന്നിരിക്കണം. കാരണം ഒരു ദിവസം നിനക്ക് ബലഹീന വരും, നിനക്ക് ക്ഷീണം വരും, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഉയരത്തിലെ സ്വർഗീയ പിതാവായ ആ ഉടയവനോട് നീ ചേർന്നിരിക്കുകയും ആ ഉടയവനെ നീ അറിഞ്ഞിരുന്നാൽ നിന്നെ ഒരു നാളും വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പനാണ്. ലോകം നമ്മെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് സമ്പത്തോ ആരോഗ്യമോ യോഗ്യതയുണ്ടെങ്കിൽ നമ്മെ ചേർത്ത് പിടിക്കുവാൻ ഒത്തിരി പേര് നമുക്കുണ്ടാകും. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ഒരു വലിയ കമ്പനി ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, ഏതെങ്കിലും രാജ്യങ്ങളിൽ നീ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, ഒത്തിരി സമ്പത്തുകൾ ഇപ്പോൾ നിന്റെ കരത്തിൽ വരുന്ന അനുഭവമാണോ? പക്ഷെ ഒറ്റ കാര്യം, ഈ സമയത്തും നിന്നെ എപ്പോഴും നിന്റെ കഷ്ടം വരുമ്പോഴും രോഗം വരുമ്പോഴും നിനക്കിനി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴും നിന്നെ ചേർത്ത് പിടിച്ച് നിനക്ക് ബലം നൽകി കരുത്തു നൽകി ആശ്വസിപ്പിക്കുന്ന ആ യേശുവിനെ കൂടെ നീ മനസ്സിലാക്കി ആ യേശുവിനോടുകൂടെ നീ ചേർന്നിരുന്നാൽ, ആ യേശുവിനോടുകൂടെ ചേർന്ന് ജീവിപ്പാൻ നിന്റെ മനസ്സിനെ നീ കർത്താവിന് കൊടുത്താൽ, നിന്റെ കഷ്ടകാലം വരുമ്പോഴും ഈ സ്വർഗീയ പിതാവ് നിന്നെ ആദരിക്കും. കഷ്ടകാലം വരുമ്പോഴും ആ സ്വർഗീയ പിതാവ് നിന്നെ ഉപേക്ഷിക്കയില്ല, അവൻ കൈവിടുകയില്ല. അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനാണ്. അതേ പ്രിയപ്പെട്ടവരെ, ബലമുള്ളപ്പോൾ ഒത്തിരി പേര് കാണും, ആരോഗ്യമുള്ളപ്പോൾ നമ്മോട് കൂടെ നിൽക്കുവാൻ ഒത്തിരി പേര് കാണും. പക്ഷേ നീ ഒരു ബലഹീനയാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടാകുമ്പോൾ നിന്നെ കൈതാങ്ങുവാൻ, നിന്നോട് ഒരുമിച്ച് നിൽക്കുന്നവർ നിന്നിൽ നിന്നും ഓടി രക്ഷപ്പെടും. നീ ഒരു കഷ്ടതയിലാകുമ്പോൾ, അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റിൽ ചെന്ന് അകപ്പെട്ട തെറ്റിൽ നിന്നെ സഹായിപ്പാൻ ആരും വരില്ല. പക്ഷെ നിന്നെ സഹായിപ്പാൻ അവിടെയും ഇറങ്ങി വരുന്ന ഒരു കരം സ്വർഗീയ പിതാവായ അപ്പന്റെ കരമാണ്. ഈ അപ്പന്റെ കരം നിന്നെ സഹായിക്കണമെങ്കിൽ നീ ആരോഗ്യത്തോടും ബലത്തോടും സാമർഥ്യത്തോടും സമ്പത്തിന്റെ മേഖലയിലായിരിക്കുമ്പോഴും ഒത്തിരി സുഹൃത്തുക്കൾ നിനക്കുണ്ടായിരിക്കുമ്പോഴും നീ ഉയരത്തിലെ സ്വർഗീയ ഉടയവനായ അപ്പനെ നീ തിരിച്ചറിഞ്ഞാൽ, നിന്റെ സുഹൃത്തുക്കൾ നിന്നെ വിട്ടുപോകുമ്പോൾ, നിന്റെ ബന്ധങ്ങൾ നിന്നെ വിട്ടുപോകുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നിൽ നിന്ന് ഓടി അകലുമ്പോൾ, നിനക്കൊരു തകർച്ചയോ വീഴ്ചയോ ബലഹീനയോ ഏതൊരു മേഖലയിലും നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റോ സംഭവിക്കുമ്പോൾ, നിന്നിൽ നിന്നും ഒരിക്കലും ഓടി മറയാത്ത, നിന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാത്ത ഒരുവനാണ് നസ്രയനായ യേശു. ആ യേശുവിന് വേണ്ടി നീ സമർപ്പിക്കുക. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെ ഏത് രാജ്യത്തിലിരുന്ന് കേട്ടാലും, നീ കടന്നു പോകുന്ന ചില മേഖലകൾ, നീ കടന്നു പോകുന്ന ചില വേദനകൾ നിന്നെ അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ നിന്റെ ഹൃദയത്തെ കൊടുക്ക്, സമർപ്പിക്കും. നിന്നെ ആദരിക്കുന്ന ഒരപ്പനുണ്ട്. നിന്നെ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കത്തില്ല, അവൻ കൈവിടുകയില്ല. അവൻ ചേർത്ത് പിടിക്കുന്ന സ്വർഗത്തിലെ അപ്പനാണ്. ഈ വചനപ്രകാരം കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിക്കാം. കർത്താവെ, ഈ ഭൂമി തന്നിരിക്കുന്ന ആയുസ് വരെയും ജീവിതത്തിൽ എനിക്കിപ്പോൾ ബലമുണ്ട്, അധ്വാനിക്കേണ്ട കഴിവുണ്ട്. പക്ഷേ ഈ സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ മറ്റുള്ളതിനേക്കാൾ, ഈ ലോകത്തിലും എനിക്ക് പ്രിയപ്പെട്ടവരെക്കാൾ
ഉയരത്തിലെ ഉടയവനായ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്വർഗീയ പിതാവിനോട് ഞാൻ ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ നീ ബലപ്പെടുത്തണം. ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും സങ്കടത്തോടെ ഇരിക്കുമ്പോഴും കഷ്ടതയിലായിരിക്കുമ്പോഴും രോഗിയായിരിക്കുമ്പോഴും ആരുപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരുവനായ ക്രിസ്തുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ കർത്താവിന് എൻ്റെ ഹൃദയത്തെ ഞാൻ നൽകുകയാണ്. കർത്താവെ, ഇന്നു മുതൽ നീ എന്നോടുകൂടെ സഞ്ചരിക്കണമേ. ഒരു സുഹൃത്തിനെ പോലെ നീ എന്നോടുകൂടെ വസിക്കണമേ. എൻ്റെ എല്ലാ മേഖലയും കൈതാങ്ങുന്ന ആ യേശുവിനോടുകൂടെ ഞാൻ ചേർന്നിരിക്കുന്നു. അതിനായിട്ടൊന്ന് സമർപ്പിക്കാമോ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഈ ദൈവശബ്ദം ഞാൻ വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മ ഒരു പ്രവചന ദൂത് കൈമാറുന്നു. ജീവിതത്തിൽ ആരോഗ്യവും ബലവും സമ്പത്തും ഉണ്ടായിരുന്നപ്പോൾ നിനക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ നീ അറിയാതെ എവിടെയോ നിനക്ക് ചില വീഴ്ചകൾ വന്നപ്പോൾ നിന്റെ വീഴ്ചയിൽ കൈതാങ്ങി ഒരു ആശ്വാസം പോലും പറയാതെ നിന്റെ പല സുഹൃത്തുക്കളും നിന്നെ വിട്ടോടിപ്പോയി. അങ്ങനെ വേദനപ്പെട്ട് ഒറ്റയ്ക്ക് ഏതോ തൻ്റെ റൂമിൽ വേദനയോടായിരിക്കുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. ആര് തന്നെ നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരുവൻ ഉയരത്തിൽ അപ്പനുണ്ട്. ആ അപ്പനോട് നീ പ്രാർത്ഥിക്കുക, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തെ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ എന്ന് ഈ ദൈവശബ്ദത്തോട് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി സ്തോത്രം. അങ്ങനെ ഒറ്റപ്പെട്ട മേഖലയിൽ ഈ ദിവസങ്ങളിൽ സഹായമില്ലാതെ വേദനയോടുകൂടെ ഉപേക്ഷിക്കപ്പെട്ട മേഖലകളിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വേദനയോടെ ഇരിക്കുന്ന ആ ജനത്തിന്റെ ഹൃദയത്തെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അങ്ങ് കൈപിടിച്ച് സഹായിക്കണമേ. രോഗികൾ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ സൗഖ്യമാക്കണം. അവരുടെ സാമ്പത്തിക മേഖലയുടെ തകർച്ചകളെ മാറ്റണം. അവരുടെ ജീവിതത്തിലെ നിന്ദകൾ മാറട്ടെ. പരിശുദ്ധ കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.